ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 3 അഫോർഡബിൾ ആയിട്ടുള്ള ബ്രൗൺ ലിപ്സ്റ്റിക്സിന്റെ. അപ്പോൾ ആ ഷോർട്സ് ഷൂട്ട് ചെയ്ത ടൈമിൽ ഞാനൊരു ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാക്മേയുടെ മാംഗോ ഫ്ലേവറിൽ വരുന്ന ഒരു ചെറിയ ടിൻഡർ ലിപ് ബാം ആയിരുന്നു അത്. അതോടൊപ്പം ഞാനൊന്ന് ലിപ് ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ടിൻഡർ ലിപ് ബാമിന്റെ ആയിരിക്കാം ആ ഷോർട്സ് കണ്ട പല ആൾക്കാരും, എന്നെ അറിയാവുന്ന ആൾക്കാർ എന്നോട് നേരിട്ട് ചോദിച്ചു, ആ ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ കുറച്ച് ഹെൽപ്ഫുൾ ആണ്, ബട്ട് നിങ്ങൾ ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിന്റെ മീതെയാണോ ഓരോ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് ബിൽഡ് ചെയ്തെടുത്ത പോലെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ തോട്ട് ആ ലിപ് ബാം അപ്ലൈ ചെയ്തത് കൊണ്ടായിരിക്കാം അതിന് അങ്ങനെ ഒരു എഫക്റ്റ് വന്നത്. ഫ്ലിപ്കാർട്ടിലും ആമസോൺ, നൈക്ക ഇവിടെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്കുകളാണ്. സോ ഇൻ ദിസ് വീഡിയോ ഐ തോട്ട് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകുമെങ്കിൽ വൈ നോട്ട്, നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇപ്പം ഞാൻ ബെയർ ലിപ്സ് ആണ്, ലിപ് ബാം യൂസ് ചെയ്തിട്ടില്ല, ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സോ ആ ഷോർട്സിൽ കണ്ട 3 ലിപ്സ്റ്റിക്സും നമുക്ക് ഈ ഒരു ബെയർ ലിപ്സുമേ ഇട്ട് അതിന്റെ ഷെയ്ഡ് എന്റെ സ്കിൻ ടോണിന് ആ ഷെയ്ഡുകൾ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിപ് ക്രയോൺ അല്ല, ലിപ് മിറാക്കിൾ എന്ന് പറഞ്ഞ 02-ൽ വരുന്ന മാർസിന്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഞാൻ സെക്കൻഡ് ആയിട്ട് ആ ഷോർട്സിൽ കാണിക്കുന്നുണ്ട്. അതും എല്ലാത്തിന്റെയും കൂടെ പോകും, പക്ഷെ ഐ തിങ്ക് ഒരു മീഡിയം സ്കിൻ ടോൺ വരെ നിങ്ങൾക്ക് ലിപ് ലൈനർ ഇല്ലാതെ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിന്റെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഒരു ബ്രൗൺ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ ലിപ്സ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എഫക്റ്റ് അതിന് വരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതെന്റെ സജഷൻ ആണ്. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കാണിച്ചു ഈ മാർസിന്റെ ലിപ് ക്രയോൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുറച്ചും കൂടി അടുത്തോട്ട് ക്യാമറയുടെ അടുത്തേക്ക് ഇരിക്കാം, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഷെയ്ഡ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് തീർന്നാണ് കേട്ടോ, ഇതല്ല, ഇതിന് കുറച്ചും കൂടി ലെങ്ത് വരും, ഇതല്ല ഇതിന്റെ ക്വാണ്ടിറ്റി. ഇത് ഞാൻ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഷെയ്ഡ്, അതായത് എക്സാക്റ്റ് ആയിട്ട് കാണിക്കാൻ ഇത് കണ്ട, ഇത് കാണാൻ പറ്റുന്നില്ല, ഈ ഒരു ഷെയ്ഡ് വരും. ലിപ്സുമേ ഇട്ട് കാണിക്കാം. കണ്ടില്ലേ, ഇതാണ് ഈ ഒരു ലിപ് ക്രയോണിന്റെ കറക്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, എപ്പോഴും ഏതൊരു ലിപ്സ്റ്റിക് ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ലിപ്സുമേ ഒരു ലിപ് ബാമോ അങ്ങനെ എന്തെങ്കിലും ഇടുക, അപ്ലൈ ചെയ്യുക. ബിക്കോസ് വേറൊന്നുമല്ല, എന്ത് ലിപ്സ്റ്റിക്സ് ആണെങ്കിലും കുറച്ച് കെമിക്കൽ കണ്ടന്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മുടെ പിഗ്മെന്റേഷൻ പെട്ടെന്ന് ലിപ്സുമേ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലിപ് ബാം യൂസ് ചെയ്ത് ലിപ്പ് നല്ലപോലെ കെയർ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇതൊരു ലിപ് ക്രയോൺ ആണല്ലോ എന്ന് ഓർത്ത് കുറച്ച് കാണണ്ട, ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ഇട്ട് ലിപ്സുമേ ഒരു 10 മിനിറ്റ് പോലും വേണ്ട, ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇത് സെറ്റ് ആവും. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയാൽ പോലും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇതാണ്, ഇപ്പം നമുക്ക് വർക്കിനൊക്കെ പോയി കഴിയുമ്പോഴത്തേനും ഇടയ്ക്കൊന്നും റീഅപ്ലൈ ചെയ്യാനായിട്ട് സാഹചര്യം ഇല്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ അതിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരോ ആണെന്നുണ്ടെങ്കിൽ ഇതും പിന്നെ നമ്മുടെ ആ മെയ്ബിലിന്റെ ബ്രൗൺ ലിപ്സ്റ്റിക്, ആ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ അടിപൊളിയാണ്. ബിക്കോസ് ഇത് രണ്ടും ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. സോ ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഐ തിങ്ക് ഇത് 219 ആ ഒരു റേഞ്ചിന് എന്തോ ആണ് ഞാനിത് പർച്ചേസ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ലിപ്സ്റ്റിക് നോക്കാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ലിപ്സ്റ്റിക് വരുന്നത് മെയ്ബിലിൻ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡിൽ മെയ്ഡ് ഈസി ആണ് വരുന്നത് കേട്ടോ. ഷെയ്ഡ് മെയ്ഡ് ഈസി. ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, ഇതും നല്ലതാണ്. ഫുൾ അപ്ലൈ ചെയ്തിട്ട് വരാട്ടോ, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഒരു ലൈനിങ് ഒന്നും കറക്റ്റ് കിട്ടില്ല. ഇത് നോക്കി, ഞാൻ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കളർ വരുന്നത് ഈ ഒരു കളറാണ്. ശരിക്കും നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത മാർസിന്റെ ലിപ് ക്രയോൺ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നേരിയൊരു ഡിഫറൻസേ ഉള്ളൂ. എല്ലാം ബ്രൗൺ അണ്ടർടോണിന്റെ കീഴിൽ വരുന്നതല്ലേ, അപ്പം അതിൻ്റെതായിട്ടുള്ള ഇതും ട്രാൻസ്ഫർ പ്രൂഫ് ആണ് കേട്ടോ. അത് പറയണം, വൺ സെറ്റ് ആയി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഒട്ടും തന്നെ പകരില്ല. അതുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതും ഏകദേശം ഒരു 250 ഉള്ളിൽ നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഓഫറൊക്കെ വരുന്ന സമയത്ത് നോക്കിയാൽ കുറച്ചും കൂടി നല്ല ഓഫറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യായിരിക്കും. ഞാനിത് മേടിക്കുന്നത് ആമസോണിൽ നിന്നാണ് ഈ 2 ലിപ്സ്റ്റിക്സും. ഇനി ഫൈനലായിട്ട് നമുക്ക് ട്രൈ ചെയ്യാനുള്ള മാർസിന്റെ 02 ലിപ് മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഓൺലൈനിൽ നിന്നല്ല, ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്താണ്. ഓൺലൈനിലും അവൈലബിൾ ആയിരിക്കാം. അത് നമുക്ക് നോക്കാം. അപ്പൊ അത് ഞാൻ ഇടുന്നതിന് മുന്നേ ഞാൻ ലിപ് ലൈൻ ചെയ്തിട്ട് ആ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വരും, ലൈൻ ചെയ്യാതെ ബെയർ ലിപ്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും നോക്കാം. അതിന് മുന്നേ പറഞ്ഞോട്ടെ, ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ബിക്കോസ് നമ്മൾ ഈ കണ്ണും
ഒന്നും ഇട്ട് ഭയങ്കര മേക്കപ്പ് ഒന്നും ചെയ്യാത്ത അവസ്ഥയിലും നല്ല ഐബ്രോസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചെറുതായിട്ട് ലാഷ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ളൊരു ലിപ്സ്റ്റിക് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല ബോൾഡായിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കും, അടിപൊളിയായിരിക്കും കാണാൻ. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മുടെ തേർഡ് ലിപ്സ്റ്റിക് മാർസിന്റെ ലിപ് മിറാക്കിൾ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് പക്ഷേ കഴിഞ്ഞ രണ്ടാൾക്കാരെയും പോലെ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല കേട്ടോ. ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, സെറ്റായി കഴിഞ്ഞതിന് ശേഷവും ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ട് എനിക്ക് പറയാനുള്ളത് നല്ലതുപോലെ ഇതൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു 1 അവറിന്റെ ഒരു എന്തെങ്കിലും ഒരു ഈവെന്റോ അല്ലെങ്കിൽ 1 to 2 അവറിന്റെ ഒക്കെ ഈവെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ന്യൂഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ദസ്. വർക്കിന്റെ ഒക്കെ ടൈമിൽ നമ്മൾ ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കോ? ഓക്കെ, നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതാണ് ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്. കാണുമ്പോൾ അടിപൊളിയാ എന്ന് വെച്ചാൽ കണ്ടില്ലേ, കാണാൻ പറ്റുന്നു. ലിപ്സിലിട്ട് കാണിക്കാം കേട്ടോ. ഒരു ന്യൂഡായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഫുൾ ഇട്ടിട്ട് വരാമേ. കണ്ടില്ലേ, ഇതാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ബെയർ ലിപ്സുമേ വരുന്നത്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൽ മാത്രം എനിക്കൊരു ബ്രൗൺ ലിപ് ലൈനർ നിങ്ങൾ കൺഫേം ആയിട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ആണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടും എന്ന് തോന്നിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഡിഫറൻസും കൂടി ഇപ്പം നോക്കാം. ഞാനിപ്പോൾ ഇതിന്റെ പുറത്തൊന്ന് ടോപ്പപ്പ് ചെയ്തിട്ട് ലിപ് ലൈനർ ടോപ്പപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. ബട്ട് ആക്ച്വലി ലിപ് ലൈനർ നമ്മൾ എല്ലാത്തിനും മുന്നേ ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട സാധനമാണ്. അതിനുശേഷമാണല്ലോ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യേണ്ടത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു ഡിഫറൻസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാകും. ഓക്കെ, ഞാനിത് ചെയ്ത് കാണിച്ചില്ല അല്ലേ, മറന്നുപോയി ഞാൻ. ഇതാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിന്. ഇത് ട്രാൻസ്ഫർ ചെയ്യും, ഓഫ് കോഴ്സ്. കണ്ടില്ലേ, ട്രാൻസ്ഫർ ചെയ്യും. ലിപ് ലൈനർ കൂടി അപ്ലൈ ചെയ്തിട്ട് ലെറ്റ്സ് സീ. കണ്ടോ, നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഒരു ശരിക്കും ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ഇട്ട ആ ഒരു കവറേജ് നമുക്ക് കിട്ടും. പിന്നെ ഹാക്ക് ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ ഞാൻ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഏത് ലിപ്സ്റ്റിക് ആണെങ്കിലും നിങ്ങൾ ലിപ് ലൈനർ ഫസ്റ്റ് യൂസ് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ ലിപ്സ്റ്റിക് ഇടും. അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് അതിനെ വിട്ടതിന് ശേഷം ലിപ് ലൈനർ ഒന്നും കൂടി ഈ ലോവർ ലിപ്സിലൊക്കെ ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ബ്രൗൺ ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ അത് കുറച്ചും കൂടി നല്ലതായിട്ട് ഫേസിനെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് ചെയ്യാറുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ 3 ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 ഷെയ്ഡിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ലിപ് മിറാക്കിൾ ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണെങ്കിലും ഇതും എനിക്ക് തോന്നുന്നു ബിലോ 230 സംതിങ് ആ ഒരു റേഞ്ചാണ് വരുന്നതെന്ന് തോന്നുന്നു. കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. എന്നിരുന്നാലും അഫോർഡബിൾ റേഞ്ചാണ്. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഡെയിലി യൂസിനും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അഫോർഡബിൾ റേഞ്ചിലുള്ള ലിപ്സ്റ്റിക്കുകളാണ്. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോസിന്റെ വ്യൂസ് ഭയങ്കര കൂടുതലാണ്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കാണുന്ന ആൾക്കാർ മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോകളൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്, ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന സമയത്ത് പ്ലീസ് ഡു സബ്സ്ക്രൈബ് കേട്ടോ. സോ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.